ഹായ് ഫ്രണ്ട്സ്, ഇന്ന് എൻ്റെ സ്കൂളിലത്തെ കലോത്സവമാണ്. ആ ഒരു വ്ളോഗാണ് കേട്ടോ ഇന്ന് ചെയ്യുന്നത്. ഇന്ന് എൻ്റെ സ്കൂളിലത്തെ കലോത്സവത്തിന് ഞാൻ ഡാൻസ് കളിക്കാനായിട്ട് പോവുകയാണ്. നാടോടി നൃത്തമാണ് കളിക്കുന്നത്. സിംഗിൾ ഡാൻസ് ഞാൻ അവിടെ 5ാം ക്ലാസ് മുതൽ പഠിച്ചപ്പോൾ ഞാൻ കളിച്ചിട്ടേ ഇല്ല. സിംഗിൾ ഡാൻസ് അവിടെ നിന്ന് കളിക്കാറേ ഇല്ലായിരുന്നു. ഞാൻ 1ാം ക്ലാസ് മുതൽ പഠിച്ചപ്പോൾ എനിക്ക് കളിച്ചില്ല എന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ എല്ലാ കൊല്ലവും ഡാൻസിന് ചേരുമായിരുന്നു, പക്ഷേ സിംഗിൾ ഡാൻസ് ഞാൻ കളിക്കാറില്ല. ഇത് ഞാൻ ആദ്യമായിട്ട് നാടോടി നൃത്തം ഒരു സിംഗിൾ ഡാൻസ് ആണല്ലോ നാടോടി നൃത്തം, അത് ഞാൻ കളിക്കാൻ പോവാണ്. അപ്പം ഞാൻ എന്തായാലും പോകാനായിട്ട് റെഡിയായി. ഞാനും അമ്മയും അമ്മമ്മയും അച്ഛനുമാണ് പോകുന്നത്. ഈ ചട്ടിയൊക്കെ ആയിട്ടാണ് ഞാൻ പോകുന്നത് കേട്ടോ. കാരണം എൻ്റെ ചട്ടി വെച്ചിട്ടുള്ളൊരു ഡാൻസാണ്. കഥാപാത്രത്തിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ഒരമ്മയും കുഞ്ഞും തമ്മിലുള്ളൊരു ബോണ്ടാണ് തോന്നുന്നു കേട്ടോ. എനിക്കങ്ങനെയാണ് തോന്നുന്നത്. ഞാൻ കളിച്ചപ്പോൾ എനിക്കങ്ങനെയാണ് തോന്നിയത്. ഇത് എൻ്റെ സാറ് എനിക്ക് പഠിപ്പിച്ച് തരുമ്പോൾ എടുത്തു വെച്ചൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. സ്കൂളൊക്കെ കഴിഞ്ഞിട്ട് ഒരാഴ്ചനെ കൊണ്ടാണ് ഈ ഒരു ഡാൻസ് പഠിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ഒരാഴ്ച എന്ന് വെച്ചാൽ ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഒന്ന് സിംഗിൾ കളിക്കാൻ വിചാരിച്ച് ഞാൻ പോയി ചേർന്നതാണ്. അങ്ങനെ അതൊരാഴ്ച ഒറ്റ ഒരാഴ്ച പഠിക്കാൻ പറ്റിയിട്ടുള്ളൂ. ആ ഒരാഴ്ചേൻ്റെ ഉള്ളിൽ എനിക്ക് പഠിച്ചെടുക്കാൻ പറ്റുമെന്നുള്ള നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ അന്ന് പഠിച്ചെടുത്തു. അങ്ങനെ ഞാൻ മേക്കപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞു. അനുഗ്രഹം വാങ്ങുകയാണ്. ഇതാണ് എന്നെ ഡാൻസ് പഠിപ്പിച്ച സാറ്. എൻ്റെ അച്ഛനെയൊക്കെ അറിയുന്ന സാറാണ്. എനിക്ക് പക്ഷേ അറിയില്ലായിരുന്നു ഇങ്ങനൊരു പരിചയം ഉണ്ടെന്ന്. എൻ്റെ ആദ്യത്തെ എൻ്റെ അച്ഛൻ്റെ തറവാടിൻ്റെ അടുത്ത് തന്നെയായിരുന്നു കേട്ടോ സാറിൻ്റെ വീട്. ഞാനവിടെ പഠിക്കാൻ പോയപ്പോഴാണ് ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ മാറ്റിയിട്ട് എന്നെ തന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു മാറ്റി കഴിഞ്ഞപ്പോൾ. പക്ഷേ എനിക്ക് ഈ ഒരു വീഡിയോയിൽ കാണുമ്പോൾ അത്ര ഭംഗി തോന്നില്ല. നേരിട്ട് കാണുമ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ല പേടിയുണ്ട് പറഞ്ഞാൽ അമ്മാതിരി പേടിയുണ്ട്. സിംഗിൾ ആദ്യമായിട്ട് കളിക്കാൻ പോകുന്നതുകൊണ്ട് തന്നെ നല്ല പേടിയുണ്ടായിരുന്നു. അവസാനം ഞാൻ അവിടെ പോയി ചെസ് നമ്പറൊക്കെ എടുത്തു. ആൻഡ് എന്നെ വിളിച്ചപ്പം ഞാൻ കയറിയപ്പോൾ എനിക്ക് അപ്പം എവിടെയോ ഒറ്റയടിക്ക് ടെൻഷൻ പോയാൽ ടെൻഷൻ ഇല്ലായിരുന്നു കേട്ടോ. പക്ഷെ കളിക്കാൻ ആദ്യം സ്റ്റെപ്പ് ഇട്ടപ്പം എൻ്റെ ടെൻഷൻ എനിക്ക് വന്നു. ഞാൻ വിചാരിച്ചത് സ്റ്റെപ്പൊന്നും ഓർമ്മ ഉണ്ടാവില്ലായിരുന്നായിരുന്നു കയറുന്നതിന് മുന്നേ. കയറി കഴിഞ്ഞപ്പം ഞാൻ ഒന്നും ആലോചിച്ചില്ല. ഏതാണോ പാട്ട് കേൾക്കുന്നത് അതിനനുസരിച്ച് കളിക്കാൻ വിചാരിച്ചു. ഞാൻ പഠിച്ചതൊക്കെ എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു. അത് നന്നായിട്ട് തെറ്റാതെ എനിക്ക് കളിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇത് കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ടാണ് എനിക്ക് ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഡാൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് പാട്ടിനെക്കാട്ടി കൂടുതൽ ഇഷ്ടം ഡാൻസാണ്. ഭയങ്കര ഇഷ്ടം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ഡാൻസ്. ചെറുപ്പം മുതലേ ക്ലാസിക്കലായാലും സിനിമാറ്റിക് ആയാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ക്ലാസിക്കൽ ഡാൻസ് ഞാൻ പകുതി നിർത്തി വെച്ചതാണ്. പകുതി എന്ന് പറയാൻ ഒരു 2 സ്റ്റെപ്പ് പഠിച്ചിട്ട് നിർത്തി വെച്ചതാണ്. പക്ഷെ ഞാനത് കളിക്കും ക്ലാസിക്കൽ അങ്ങനത്തെ. കാരണം ഞാൻ നമ്മൾ പുതിയ സ്റ്റെപ്പ് ഇങ്ങനെ പഠിക്കുമ്പോൾ എനിക്ക് വേഗം മനസ്സിലാവും. അത് ഞാൻ അങ്ങനെ കളിക്കും. ക്ലാസിക്കൽ നിർത്തിയൊക്കെ കാരണം എന്ന് വെച്ചാൽ ചെറുപ്പത്തിൽ ഒരു കാലുവേദന ഉണ്ടായിരുന്നു. കാലുവേദന എന്ന് വെച്ചാൽ നമ്മൾ കളിച്ചപ്പോൾ കാലുവേദന, സാധാ കാലുവേദന. ആ കാലുവേദന കാരണം എനിക്കൊരു മടി വന്നു. ഞാൻ ഡാൻസ് കളിക്കാൻ മടിയായി. അങ്ങനെ ഞാനത് പറഞ്ഞ് നിർത്തി. ഒരു 3-4 വയസ്സ് 5-4 വയസ്സൊക്കെയുള്ളപ്പോഴാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പം ഇപ്പം ഞാൻ വിചാരിക്കുന്നത് അപ്പം പോയിട്ടുണ്ടായി. ഇപ്പം എൻ്റെ അരങ്ങേറ്റമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകുമായിരുന്നു. ഇനി എന്തായാലും എനിക്ക് പഠിക്കണം എന്നുണ്ട്. അതെന്തായാലും പഠിക്കാമെന്ന് അച്ഛനും അമ്മയും പറഞ്ഞ് നിൻ്റെ താല്പര്യം പോയി ചെയ്യില്ലച്ചോ എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഓര് പറയുന്ന പോലെ എനിക്ക് ചെയ്യണം എന്നുള്ള താല്പര്യമുണ്ട്. ഡാൻസ് കളിക്കണം എന്നുള്ള താല്പര്യമുണ്ട്. അപ്പോൾ എന്തായാലും അങ്ങനെ ചെയ്യണം എന്നാണ് എൻ്റെ മനസ്സിൽ ഉള്ളൊരാഗ്രഹം. ഒരു 10th ഒക്കെ കഴിഞ്ഞിട്ട് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആൻഡ് ഇപ്പം ഈ ഒരു ഒറ്റയ്ക്ക് ഞാൻ കളിച്ചപ്പോൾ എനിക്ക് കുറച്ച് ഇത് തോന്നിയിട്ടോ, എനിക്ക് കളിക്കാൻ പറ്റും. പക്ഷേ ഇനി 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് മാറും എന്നുള്ളതിന് ഒരു ഉറപ്പുമില്ല. ഇപ്പോഴേ എനിക്ക് മാറിയിട്ടുണ്ട് ഇനി കളിക്കാൻ പറ്റില്ല എന്നുള്ളത്. പക്ഷേ ആ സാഹചര്യം വെച്ച് ഞാൻ കളിക്കും. ഞാനിപ്പോൾ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. കോഴിക്കോട് BM ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കേട്ടോ ഞാൻ പഠിക്കുന്നത്. പിന്നെ ഡാൻസൊക്കെ കളിച്ചിറങ്ങിയപ്പോഴത്തേക്കും മുട്ട് കൂട്ടിയിരിക്കാൻ തുടങ്ങി. പിന്നെ എൻ്റെ വായത്തെ വെള്ളമൊക്കെ വറ്റി. അങ്ങനെ ഒരുമാതിരി ആയിപ്പോയി എനിക്ക് ഇറങ്ങുമ്പോൾ ഭയങ്കര പേടി, കയ്യും കാലൊക്കെ വിറയ്ക്കുക. അപ്പം അമ്മയൊക്കെ ഓടി വന്ന് എനിക്ക് വെള്ളം തന്നു. ക്ലാസ് റൂമിൽ കയറിയിട്ട് വെള്ളം കുടിച്ചിട്ട് ഇറങ്ങില്ല. വെള്ളം ഇറങ്ങില്ല എന്നായിരുന്നു ഞാൻ. അപ്പോൾ ലാസ്റ്റ് വെള്ളമൊക്കെ ഇറങ്ങി. അത് പേടിച്ചിട്ടാണ് സംഭവം നടന്നത്. ഞാനെന്തോ പനിയൊക്കെ വന്ന മാതിരിയായിരുന്നു എൻ്റെ കളിയൊക്കെ. ഇപ്പോഴാണ് ഞാനതൊക്കെ ഓർത്ത് ചിരിക്കുന്നത്. അങ്ങനെ ഒരാഴ്ചേൻ്റെ ഉള്ളിൽ പഠിച്ചിട്ട് എനിക്ക് 3rd പ്രൈസ് കിട്ടി. 3rd പ്രൈസ് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. 3rd പ്രൈസ് വിത്ത് A ഗ്രേഡ് കിട്ടി, സർട്ടിഫിക്കറ്റ് കിട്ടി. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ കാണാം.